ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മനോജ് പരുവമൂട്ടിൽ അച്ഛൻ MCBS. ഈ മാസം പരിശുദ്ധ പിതാവ് അസാധാരണ മിഷൻ മാസമായി പ്രഖ്യാപിച്ചിരിക്കുകയാണല്ലോ. കഴിഞ്ഞ 10ഓളം വർഷങ്ങളായിട്ട് അരുണാചൽ പ്രദേശിൽ ഇറ്റാനഗർ രൂപതയിൽ ഒരു മിഷണറിയായിട്ട് ശുശ്രൂഷ ചെയ്യുന്നു. എന്നെ ആ മിഷനിലേക്ക് കൈപിടിച്ച് നടത്തിയ ഒരു പ്രചോദനാത്മകമായ ഒരു സന്ദേശം വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ പ്രൊവിൻഷ്യൽ അച്ഛൻ വഴി എനിക്ക് കിട്ടുകയുണ്ടായി. അതിപ്രകാരമാണ്: മനോജ്, aspire for martyrdom. That is the need of the time. We want you not to live, but die for Christ. മനോജെ, രക്തസാക്ഷിത്വത്തിനു വേണ്ടി കൊതിക്കുക. അതാണ് ഇന്നത്തെ ലോകത്തിൻ്റെ ആവശ്യം. ഞങ്ങളുടെ ആഗ്രഹം മനോജ് ജീവിക്കണമെന്നല്ല, മരിക്കണമെന്നാണ് ഈശോയ്ക്ക് വേണ്ടി. ആവേശം പകരുന്ന ആ സന്ദേശവുമായിട്ടാണ് അരുണാചൽ മലകളിലേക്ക് MCBSയിൽ നിന്ന് ഞങ്ങൾ യാത്ര പോയത്. ആ ആവേശം ഉള്ളിൽ കത്തുന്നതുകൊണ്ടായിരിക്കാം വളരെ ചുരുങ്ങിയ നാളുകൾ കൊണ്ട് ആ നാട്ടുകാരുടെ ഭാഷ ഞങ്ങൾ പഠിക്കുകയുണ്ടായി. അതിന് എനിക്ക് വശപ്പെട്ട ഉപാധി ഇതായിരുന്നു: അന്ന് ആയിരുന്ന ആ ഇടവകയിലെ ഗ്രാമീണരായ ആൾക്കാർ വഴിയോരങ്ങളിലിരുന്ന് കല്ലടിക്കുന്നുണ്ടായിരുന്നു, മിറ്റിലടിക്കുന്ന ജോലി. അപ്പോൾ അവരുടെ കൂടെ ഇരുന്നാൽ ഒരുപക്ഷെ എളുപ്പത്തിൽ പഠിക്കാമെന്ന ഉപദേശം കിട്ടിയതുകൊണ്ട് അവരുടെ കൂടെ ഇരുന്ന് ഭാഷ പഠിച്ചു തുടങ്ങി. ആദ്യം പഠിച്ച വാക്ക് കല്ലാണ്, അലങ്. രണ്ടാമത് പഠിച്ചത് ജങ്നം, പൊട്ടിക്കുക. അങ്ങനെ ഒന്നിൻ്റെ പുറകെ ഒന്ന് ചേർത്ത് ഈ ഭാഷ പഠിച്ചു. തീർച്ചയായിട്ടും ഏത് മിഷൻ രംഗത്തും ഒരു പ്രധാനപ്പെട്ട ഉപകരണം ഭാഷ തന്നെയാണ്. അന്ന് സ്വന്തമായ ആ സമ്പത്ത് എത്രമാത്രം ഉപകാരപ്രദമാകുന്നു എന്ന് ഈ ദിവസങ്ങളിലും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞിടയ്ക്ക് ഉണ്ടായൊരനുഭവം അതിപ്രകാരമാണ്. ഞാനിപ്പോൾ ആയിരിക്കുന്നത് സെപ്പ എന്ന് പറയുന്ന ഒരു ഇടവകയിലാണ്. അവിടെ നിന്ന് 9ഓളം മണിക്കൂറുകൾ അകലെയുള്ള ഒരു ഗ്രാമത്തിൻ്റെ പേരാണ് പിപ്പു. അവിടെ കാത്തലിക്കായിട്ടുള്ള ക്രിസ്ത്യൻസ് ഉണ്ട്, മറ്റ് ഡിനോമിനേഷൻസിലുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ഇടവകയിൽ നിന്ന് അച്ഛനും കൂട്ടുകാരും ഗ്രാമങ്ങളിലേക്ക് പോകുന്നത് നമ്മുടെ തന്നെ ആൾക്കാരെ, അല്ലെങ്കിൽ കാത്തലിക്സിനെ ശുശ്രൂഷിക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട്. അങ്ങനെ ഇത്രയും അനേകം മണിക്കൂറുകൾ നടന്ന് പിപ്പുവിൽ എത്തിയ ഞങ്ങൾ ഒരു ദിവസം വൈകുന്നേരം എത്തി. അവിടെ താമസിച്ചു, അവരുടെ കൂടെ പ്രാർത്ഥിച്ചു, ഭക്ഷിച്ചു, പാട്ടുപാടി ശാന്തമായി ഉറങ്ങി. പിറ്റേന്ന് കാലത്ത് കുർബാന അർപ്പിച്ചു. അവിടെ നിന്ന് അടുത്ത അനേകം മണിക്കൂറുകൾ നടക്കേണ്ട അടുത്ത വില്ലയിലേക്ക് യാത്ര തുടങ്ങിയപ്പോൾ കുറേ ആൾക്കാർ ഞങ്ങളുടെ വഴിയിൽ ഞങ്ങളെ കണ്ടുകൊണ്ട് പ്രതീക്ഷയോടെ ഞങ്ങളെ നോക്കിക്കൊണ്ട് വഴിയരികിൽ ഇങ്ങനെ ഇരിക്കുന്നു. അപ്പം എൻ്റെ കൗതുകം ഒട്ടും കുറയാഞ്ഞതിനാൽ ഞാൻ ഇവർ ആരാണ്, എന്താണ്, ഇവർ മിണ്ടാതിരിക്കുകയാണല്ലോ എന്ന് ചോദിച്ചപ്പോൾ കൂടെയുള്ളവർ പറഞ്ഞു, അച്ഛാ അധികം മിണ്ടണ്ട, അവർ കാത്തലിക്സ് അല്ല. ഞാൻ പറഞ്ഞു, എന്നാ വാ, നമുക്ക് മിണ്ടണ്ട, നമുക്ക് വേറൊരു കാര്യം ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അവരുടെ അടുത്തേക്ക് മാറി നിന്നിട്ട് 2 കൈയും ഉയർത്തി അവരുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഒരു പഴയ പാട്ട് പാടി. അത് ഈ 10 വർഷങ്ങൾക്ക് മുമ്പ് പഠിച്ചൊരു പാട്ടാണ്. ആ പാട്ട് ഇങ്ങനെയാണ്: ആലെ ബെദോയാക്കു ആജിൻ ആലെ ബെദോയാക്കു, ആലെ ബെദോയാക്കു ആജിൻ ആലെ ബെദോയാക്കു, ജിസുനി മങ് പാഗദുല അന്യാമിൻ സൂല ദോയാക്കു, ജിസുനി മങ് ജംഗദുല എലുങ്തുമാബ് ദോയാക്കു. പാട്ടിൻ്റെ അർത്ഥം ഇതാണ്: സുഖമായിരിക്കൂ സഹോദര, സുഖമായിരിക്കൂ സുഹൃത്തെ, ഈശോയെ ഓർത്തുകൊണ്ട് എപ്പോഴും സ്നേഹത്തിൽ ആയിരിക്കൂ, ഈശോയെ ഓർത്തുകൊണ്ട് ഒരിക്കലും വഴക്കിടാതെ ആയിരിക്കൂ. ചുരുങ്ങിയ നേരം കൊണ്ട് ദൂരെ മാറിയിരുന്ന ആ അമ്മമാരും അപ്പാപ്പന്മാരും എല്ലാം അടുത്തു വന്നു. കാത്തലിക് ക്രിസ്ത്യൻസ് നമ്മളുടെ കൂടെ 1.5 ദിവസത്തോളം ഉണ്ടായിരുന്നു ആ വില്ലേജിലെ. ചുരുങ്ങിയ സമയം കൊണ്ട് അത്രയും ആൾക്കാർ അടുത്തു വന്ന് കണ്ണീരോടുകൂടി എൻ്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, അച്ഛാ ദേവി ഇത് പോകരുത്, ഞങ്ങളെ വിട്ടച്ഛൻ പോകരുത്, അച്ഛൻ ഞങ്ങളെ കരയിപ്പിച്ചു, ഞങ്ങൾക്ക് ഈശോയെ കേൾക്കണം. ഞാൻ അവരോട് വീണ്ടും ഒരിക്കൽ കൂടി ഉച്ചത്തിൽ ഈ പാട്ട് തുടർന്ന് പാടിക്കൊണ്ട് പോകാൻ സമയമായി എന്ന് പറഞ്ഞ് അടുത്ത വില്ലേജിലേക്ക് പോയി. അസാധാരണ മിഷൻ മാസമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന ഈ
മാസത്തിൽ പരിശുദ്ധ പിതാവിനോട് ചേർന്ന് നമുക്ക് ആ ദൗത്യം സ്വീകരിക്കാം. സന്തോഷത്തിൻ്റെ ദൗത്യം. ഈശോയെ ഉള്ളിൽ കൊണ്ടു നടക്കുമ്പോൾ മനസ്സ് അറിയാതെ പാടിപ്പോകുന്ന ഒരു മിഷണറിയായി മാറേണ്ടതിൻ്റെ ദൗത്യം.